അപ്പോൾ ഇന്നൊരു ചെറിയ സൺഡേ വ്ളോഗാണ്. അപ്പോൾ ചേച്ചിയും പിള്ളേരും കാലത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ചിക്കൻ വറുക്കാനായിട്ട് തേക്കയാണ്. ചിക്കൻ കറി വെക്കാൻ വേണ്ടി പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അടുക്കളയൊക്കെ ഒന്ന് തൂത്തി ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ചേച്ചിയും പിള്ളേരും ചേച്ചി മെയിനായിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ഞാൻ പോകണ്ടല്ലോ. അപ്പോൾ ചേച്ചി ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ പഴയത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റിപ്പയർ ചെയ്യാം. കാരണം നല്ലോണം ചേച്ചി സ്റ്റിച്ചിങ് ഒക്കെ അത്യാവശ്യം ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ആൾക്ക് മെഷീൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വന്നപ്പോൾ തന്നെ മെഷീനിലോട്ടാണ് കേട്ടോ. അത്യാവശ്യം പിന്നെ ഒരു മെഷീൻ്റെ ഒരു ഭാഗം നമ്മൾ ചെറിയൊരു പാർട്സ് തുരുമ്പിച്ചുകൊണ്ട് അതും നമുക്ക് മാറ്റി വേറെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് അതിട്ട് തന്നു. പിന്നെ നമ്മൾ സുമതി വളവ് TV നമ്മുടെ പ്രൈമിൽ വന്നപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അതാരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് കാണാനിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചോറ് റെഡിയായപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും മീനൊക്കെ കൂട്ടി ചോറും കഴിച്ചിട്ടു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മുട്ടത്തല ഇരിപ്പുണ്ട്. ഇവരെല്ലാവരും മേശപ്പുറത്തിരിക്കണുണ്ട്. അപ്പോൾ ഒരാൾക്ക് മേശപ്പുറത്തിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കും ചിക്കനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി. കാരണം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പായസവും കുടിച്ചു. ഇതെല്ലാവരും കൂടി ആയപ്പോൾ വെറുതെ ശരീരം ഒന്ന് മേലനങ്ങാന്ന് വിചാരിച്ച് ചുമ്മാ നടക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറും പിള്ളേരും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നടക്കാനിറങ്ങിയപ്പോൾ നമ്മുടെ വിഷ്ണേട്ടൻ അപ്പോൾ വൈകുന്നേരം ക്ലബിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അവർ ഫുട്ബോൾ കളിക്കും. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവൾക്ക് അച്ഛയുടെ തന്നെ നിൽക്കണം. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകണ്ട. അപ്പോൾ അവിടെ തന്നെ കുറച്ച് നേരം പോസ്റ്റ് ഇടിച്ച് നിന്നു കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ക്ലബിലുള്ള പയ്യന്മാരൊക്കെ കൂടി കളിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാറുവിനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങും പോകണ്ട. അപ്പോൾ നന്ദും അമ്മും കൂടി പിന്നെ അവർ നടക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ നമ്മളിവിടെ തന്നെ ഇട്ട് ഞാനും കുഞ്ഞനും പാറും കൂടി ഇവിടെ തന്നെയാണ് ഒരു 6 മണി 6:15 വരെ നിന്ന്. നമ്മളൊന്നും മാറാൻ സമ്മതിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. അത്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. പിന്നെ ഒരു കണക്കിന് വീട്ടിലോട്ട് വന്നു. ഒരു 8 മണിയായപ്പോഴേക്കും ചേച്ചിയും പിള്ളേരും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോയായിരുന്നു. അങ്ങനെ അവർ ബൈ പറഞ്ഞ് പോയി. പിന്നെ നമുക്ക് നാളെ സ്റ്റിച്ചിങ്ങിന് പോകുമ്പോൾ തയ്ച്ചുകൊണ്ട് പോകാനായിട്ട് ലൈനിങ്ങും ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മെഷീൻ പണി മുടക്കിയായിരുന്നു കേട്ടോ. സ്റ്റിച്ച് പിടിക്കാനുണ്ടായിരുന്നില്ല. അതെന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരെയപ്പോൾ ചുമ്മാ ക്യാമറയിൽ നോക്കി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയുള്ളൂ.